മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 55 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പോർഷൻ ഒന്നുകൂടെ പറയുന്നു. ന്യായാധിപന്മാർ 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളും ലൂക്കോസ് 11 അധ്യായത്തിൽ നിന്നുമായിരുന്നു ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. എല്ലാവർക്കും ടെൻഷൻ ഉണ്ടോ എന്നറിയില്ല. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് കരുതുന്നു. എന്തായാലും ആൻസേഴ്സ് റിവീൽ ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഓട്ടം അല്ലെങ്കിൽ ഒഴുക്ക് എന്നർത്ഥം വരുന്ന 3 അക്ഷര പദം ഏത്? ഈ പദത്തിന്റെ നടുവിലുള്ള അക്ഷരം മാറ്റിയാൽ ഒരു പാനീയം. ഏതാണ് ആ പദം? ഇതായിരുന്നു ചോദ്യം. ഉത്തരം പാച്ചൽ എന്നുള്ളതാണ്. ന്യായാധിപന്മാർ 7:21 ഉത്തരം കാണാൻ പറ്റുന്നത്. ഇതിൽ പാനീയം എന്ന് പറഞ്ഞിരിക്കുന്നത് പാൽ ആണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഉച്ചഭക്ഷണത്തിനും പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം എന്ത് എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം മുത്താഴം എന്നുള്ളതാണ്. ലൂക്കോസ് 11:37 വാക്യത്തിലാണ് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ജലമില്ലാത്ത സ്ഥലങ്ങളിൽ കുളിർ അന്വേഷിച്ച് നടക്കുന്നത് ആര് എന്നുള്ളതാണ്. ഉത്തരം അശുദ്ധാത്മാവാണ്. ലൂക്കോസ് 11:24 ഉത്തരം കാണാൻ പറ്റുന്നത്. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: ബൈബിളിലെ ഒരു പുരുഷന്റെ പേരും പാഠഭാഗത്ത് കാണുന്ന ഒരു മലയുടെ പേരും ഒന്നാണ്. ഏത് എന്നുള്ളതായിരുന്നു. ഉത്തരം സൽമോൻ മല എന്നുള്ളതാണ്. ന്യായാധിപന്മാർ 9:48 ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: മിദ്യാനിലെ 2 അധികാരികളുടെ പേരുകളും അവർ കൊല്ലപ്പെട്ട ഇടവും ഒന്നാണ്. അധികാരികൾ ആരൊക്കെ? കൊല്ലപ്പെട്ട ഇടം ഏതെല്ലാം എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം അധികാരികൾ ഓരേബ്, സേബ് എന്നുള്ളതായിരുന്നു. മിദ്യാന പ്രഭുക്കന്മാരായിരുന്നു കേട്ടോ. കൊല്ലപ്പെട്ട ഇടം, ഓരേബിനെ കൊന്നത് ഓരേബ് പാറയിൽ വെച്ചാണ്. അതുപോലെ സേബ് മുന്തിരിച്ചക്കിനരികെ വെച്ചായിരുന്നു കൊന്നത്. അപ്പോൾ ഇതിന്റെ റെഫറൻസ് എന്ന് പറയുന്നത് ന്യായാധിപന്മാർ 7:25 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ല എന്ന് കരുതുന്നു. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കാൻ പറ്റിയിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻ പറയുന്നു: ന്യായാധിപന്മാർ 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളും ലൂക്കോസ് 12 അധ്യായത്തിൽ നിന്നുമായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me Angel signing off. Bye and take care.